ഏറെക്കുറെ ഉമ്മൻചാണ്ടി സാറ് വരെ നമ്മളിപ്പോൾ വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ ഉൾപ്പെടുന്ന ഒരു നേതൃനിരയെ സൃഷ്ടിക്കുന്നതിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ പങ്കും വലുതാണ്. യൂത്ത് കോൺഗ്രസിലൂടെ വന്ന എം ലിജു വരെ വരുന്ന നേതാക്കന്മാർ. അതിനുശേഷം നമുക്ക് താപ്പോട്ടെ അബിൻ വർക്കി നല്ലൊരു നേതാവാണ്. അതിനപ്പുറത്തേക്ക് നമുക്കങ്ങനെ ഇപ്പോൾ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആരെന്ന് വെച്ചാൽ എനിക്ക് പേര് പോലും പറയാൻ അറിയത്തില്ല, നമുക്കറിയത്തില്ല. കാരണം ഒന്നുകൂടെ ചെയ്യുന്നില്ല ഇവരാരും തന്നെ. അപ്പോൾ ഇങ്ങനെ ഒരു പ്രതിപക്ഷമായി കോൺഗ്രസിനെ മാറ്റിയെടുത്തതിൽ ഈ തൻപ്രമാണിത്വവും സ്വന്തം താല്പര്യവും ഉള്ള നേതാക്കന്മാർ മാത്രം ഉണ്ടായതുകൊണ്ടാണ്. അതുകൊണ്ട് ഇപ്പം ഇത്രയും പ്രശ്നം നടക്കുന്നല്ലോ ഇടതുപക്ഷത്തിനകത്തോ അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയിലും. അടുത്ത തവണ വരുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? കോൺഗ്രസ് വരില്ല, വരുത്താൻ കോൺഗ്രസ് സമ്മതിക്കത്തില്ല. കാര്യം ഈ അധികാരം കൂടെ ലഭിക്കുമെന്നൊരു ചിന്ത വന്നാലുണ്ടല്ലോ സീറ്റിൽ പൊളിഞ്ഞടിയായിരിക്കും. എഴുതി വെച്ചു. അതായത് അതൊക്കെ BJPക്ക് ഒരു സാധ്യതയല്ലേ? അറ്റ്ലീസ്റ്റ് ഒരു 10 സീറ്റെങ്കിലും അവർക്ക്. ഞാൻ BJP നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ളൊരു സത്യം എന്താണെന്നറിയോ? BJPക്ക് ഭയങ്കര വിഷണറി ആയിട്ടുള്ള രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടിയാണ് BJP. അവർക്ക്